ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ട്രെയിനിങ് സെൻറ്റർ. 1000-ലധികം പേരെ ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഈ ക്യാമ്പസിനുണ്ട്. ഏകദേശം 350 ഏക്കറിൽ പടർന്നു കിടക്കുന്ന സാമ്രാജ്യം. ഇൻഫോസിസിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസായ മൈസൂർ ക്യാമ്പസാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബ്ലോക്കുകൾ, എംപ്ലോയി ട്രെയിനിങ് സെൻറ്ററുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകൾ, സ്വിമ്മിംഗ് പൂൾ. ക്യാമ്പസിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് ബസ് സർവീസ്. അങ്ങനെ ഒരു ചെറിയ സിറ്റി തന്നെ ഈ മതിലുകൾക്കുള്ളിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടുവരാം. ഗേറ്റ് 4ലൂടെയാണ് കാറും ബൈക്കൊക്കെ എടുത്തു വരുമ്പോൾ ഉള്ളിലേക്ക് കയറുന്നത്. വമ്പൻ ഒരു പാർക്കിംഗ് തന്നെ ഇവിടെയുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു എത്ര നിലയുണ്ടെന്ന് കറക്റ്റ് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇവിടേക്കുള്ള എല്ലാവരുടെയും വണ്ടി കൊണ്ടുവന്നിടുന്ന സ്ഥലമാണിത്. ഒരു ബിൽഡിങ് പാർക്കിങ്ങിന് വേണ്ടി തന്നെ. ചെക്കിനെല്ലാം ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന ബിൽഡിംഗ് ആണിത്. ഒരു ഫുഡ് കോർട്ട്, ഒരു സൂപ്പർ മാർക്കറ്റും പിന്നെ ബാങ്കിൻ്റെ കുറച്ച് സംഭവങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാണുള്ളത്. നമ്മളിപ്പം നേരെ വേറൊരു ഫുഡ് കോർട്ടിലോട്ട് പോവാം. ഇവിടുന്ന് അത്യാവശ്യം നടക്കാനുണ്ട് അങ്ങോട്ട്. ഇവിടുന്ന് വണ്ടി വെച്ചിട്ട് വരുമ്പം ഈ ഒരു സ്ഥലത്ത് കൂടെ കയറി വരാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഒരു ബസ്സുണ്ട്. ഉണ്ടോ? ഈ ഒരു ബസ് അങ്ങോട്ട് പോകാനുള്ളതാണ്. ആ ബസ് ശരിക്കും അതിലെ പോയി ഇതിൻ്റെ അപ്പുറ സൈഡിൽ, അതായത് ആ അവിടെ കാണുന്നുണ്ടോ KGF ബിൽഡിങ്, അതിൻ്റെ അങ്ങോട്ട് പോകും. അവിടെയാണ് മെയിനായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ബ്ലോക്ക്. ഇവിടെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് മെയിനായിട്ട്. ഹലോ, ഇതിലിപ്പോൾ മിക്ക കെട്ടിടങ്ങളിലും ആൾക്കാരൊന്നുമില്ല. അതിലൊന്നും ആൾക്കാരില്ലെന്ന് എനിക്ക് തോന്നുന്നു. രാത്രിയൊന്നും അതിലൊന്നും ലൈറ്റൊന്നും കാണുന്നില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിടത്തിലുണ്ട്, ഇതിൻ്റെ അപ്പുറമുണ്ട്. ഒരു മൊത്തം കപ്പാസിറ്റിയിലൊരു 20% എങ്ങാണ്ടാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ ആൾക്കാർ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി മൊത്തം പഠിപ്പിക്കാനും, അതായത് ക്യാമ്പസിൽ നിന്ന് ഹയർ ചെയ്യുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന പരിപാടിയാണ് പിന്നെയുള്ളത് മൊത്തം. പിന്നെ ഞാനിവിടെ കണ്ട ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥലമൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അതിനു വേണ്ടി തന്നെ ഒരുപാട് എംപ്ലോയീസ് ഇവിടെ ഉണ്ട്. ഈ വൃത്തിയാക്കാനും ഒരു ഇല പോലും നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല. അവിടെ മെയിൻറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ പക്കാണ്. കുളത്തിൽ വേണം ഇലയൊക്കെ പെറുക്കി കളയുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ വേറൊരു ഫുഡ് കോർട്ട്. 5-6 ഫുഡ് കോർട്ടെങ്ങാണ്ട് ഇവിടെ ഉണ്ട് ഏകദേശം. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഫുഡ് കോർട്ട്. ഇതിലാണ് മെയിനായിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഉണ്ട് കുറേ ഫുഡ് കോർട്ടുണ്ട്. ഞാൻ എല്ലായിടത്തൊന്നും പോയിട്ടില്ല. ഞാൻ ആകെ 2 സ്ഥലത്തേ പോയിട്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. പിന്നെ മുകളിലുണ്ട്, താഴെയുണ്ട്. രണ്ടും 2 ആൾക്കാരാണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ പോയിട്ട് എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് നടക്കാൻ പോകാം. പിന്നെ ഞാൻ വീടും. റാഗി റൊട്ടി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഓർഡർ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് തിന്നാൻ പോണത്. എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കട്ടെ. സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ ഇവിടുന്ന് സാധാരണ പൂരി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പൂരി 2 എണ്ണം കഴിക്കുമ്പോഴേക്കും 3 എണ്ണം കിട്ടുള്ളൂ. അത് ഒട്ടും ഉണ്ടാവില്ല. ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്, രസമുണ്ട്. രാവിലെ അവിടെ ആയിരിക്കും ഉണ്ടാവുക, ഉച്ചയ്ക്ക് ഇവിടെ ആയിരിക്കും ഫുഡ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടുത്തെ GC1 എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക.
അവിടെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നതൊക്കെ. നമ്മുടെ KGF കാണുന്ന ആ ഒരു പാർലമെൻ്റായിട്ട് കാണിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് GC1. ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നില്ല. ഇവിടെയൊക്കെ ഉണ്ടോ ഗാർഡൻ പോലെ എല്ലാം ഭയങ്കര ഡിസൈൻ ചെയ്തേക്കുന്ന ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇതൊക്കെ. ഒരു ഭാഗം കണ്ടാലും നമുക്ക് തോന്നില്ല അതെന്തോ നോക്കാതെ കിടക്കുന്ന പോലെയൊന്നും നമുക്ക് തോന്നില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെക്കൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡെയിലി ഉണ്ടല്ലേ അടിച്ച് വാരി വൃത്തിയാക്കി നല്ല തുടച്ച് സെറ്റപ്പാക്കി വെക്കും. ഇതാണ് ഇൻഫോസിസിൻ്റെ മെയിൻ ഗേറ്റ് 1. ഇതുണ്ടാക്കാൻ തന്നെ എത്ര ആയിട്ടുണ്ടാവും എന്തോ. ഞാനെന്തായാലും അങ്ങോട്ട് കയറുന്നില്ല, ഞാനിതിലിങ്ങനെ നടക്കും. അവിടെ ഫുള്ള് ഈ നമ്മൾ എന്താ പറയുക കോളേജിൽ നിന്ന് ഹയർ ചെയ്യുന്ന, അതായത് ഇൻഫോസിലിട്ട് ഹയർ ചെയ്യുന്ന, ഇന്ത്യയിൽ മൊത്തം ഹയർ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിൽ മെയിനായിട്ട് പഠിപ്പിക്കലാണ് ഇവിടെ. ഇതുകൊണ്ട് ഇതിൻ്റെ താഴെ ഒന്നുകൂടെ ഉണ്ട് GC2 എന്ന് പറഞ്ഞിട്ട്. അത് രണ്ടിലുമാണ് മെയിനായിട്ട് ഇത് പഠിപ്പിക്കുന്നത്. ഈ ഒരു കെട്ടിടമാണ് KGF ലാസ്റ്റ് റോക്കി ബായ് പോയി കൊല്ലുന്ന പാർലമെൻറ്റ് കാണിക്കുന്ന ഇതാണ്. അത് ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ആ ഒരു തൂണിൻ്റെയൊക്കെ വലിപ്പം നോക്ക്, എൻ്റെ പൊന്നോ, കൊള്ളാമല്ലേ? എത്ര കോടിയായിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്. ഈ ഒരു സ്ഥലത്തു നിന്നാണ് എല്ലാവരും ഇവിടുന്ന് നിർത്തി പോകുമ്പോൾ, റിസൈൻ ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒക്കെ ഫോട്ടോ എടുത്തിടാറ്. അതിനുവേണ്ടി അവർ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഇത് എന്തായാലും നല്ലൊരു ഫ്രെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഇവിടെ ഇങ്ങനെ മരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതാണ് സംഭവം. ഓരോരുത്തരുടെ പേരിലും മരമുണ്ട്. ഇവിടുത്തെ ക്ലയൻറ്റുകളുടെ പേരാണെന്ന് തോന്നുന്നു. ഇത്രയും നല്ല കേട്ടോ, അങ്ങോട്ട് താഴോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. വഴികളൊക്കെ നോക്ക്. ഇതിലെല്ലാം തോന്നും കൂടുതൽ ആൾക്കാരുള്ളത്. ഇപ്പോൾ ഞാൻ ബസ് ഇപ്പോൾ പോകുന്നുണ്ടോ, അത് പോയി അടുത്ത GCയിലായിട്ടാണ് പോണേ. അവിടെ ഞാൻ അങ്ങനെ പോയിട്ടില്ല, അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. നടന്നൊരു വഴിയായി. അതായത് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇപ്പം തന്നെ കുറേ നടന്ന്. ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ ഇത് ഏകദേശം 300 ഏക്കറിൻ്റെ മുകളിലുണ്ട് ഈ ഒരു ക്യാമ്പസ്. ഇപ്പം ഞാൻ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. ഇനിയുണ്ട് താഴോട്ട്. അപ്പോൾ വെയിൽ കൂടിക്കൂടി വരും. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഞാനിതിൻ്റെ മൊത്തം ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെയാണ് ഇതിൻ്റെ ടെന്നീസ് കോർട്ടൊക്കെ. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടായിരുന്നു ഇവിടെയൊക്കെ. അത് ഇതിൽ കയറാൻ പറ്റുമോ കയറി നോക്കാം. ഇവിടെ അത്യാവശ്യം കുറേ ടെന്നീസ് കോർട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് ഭാഗമാണിത്. അങ്ങോട്ടിങ്ങനെ പരന്ന് കിടക്കുക. ഈ ഭാഗത്തേക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ആരെയും കാണുന്ന പോലുമില്ല. ഇവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്തോ. ബിൽഡിങ്ങൊക്കെ അതാ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേതോ ഒരു വലിയ ബിൽഡിങ്. അതൊക്കെ ആൾക്കാരുള്ള പോലെ പോലും തോന്നുന്നില്ല. എന്ത് ബിൽഡിങ്ങാണോ? ഇതാണോ ഇനി GC2? അറിയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. സ്റ്റെപ്പൊക്കെ വെച്ച് സൈബർ എന്തോ ഡിഫൻസ് സെൻ്ററോ അങ്ങനെ എന്തോ ആണത്. ഒരു വഴിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട്.
ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഏതോ ഒരു വഴി കൂടെ ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ഇതുണ്ടോ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മളൊന്നും നിലത്തിടാണ്ടിരിക്കാൻ. ചെറിയൊരു തടാകം പോലത്തെ ഒരു സംഭവം. അതിൻ്റെ അപ്പുറം GC1 എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. GC1 അല്ലത്, GC2 ആണത്. ഇവിടെ കുറച്ച് ഏരിയ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്തോ തടാകം പോലത്തെ എന്തോ സെറ്റപ്പാണ് ഇതിവിടെ. എന്നാലും രസമുണ്ട് ഇതിലെ നടക്കാനൊക്കെ. അണ്ണാൻ കുഞ്ഞോടുന്നു, ആരും ഇല്ലാത്ത പോലെ. എല്ലാവരും പോയി ക്ലാസ്സിൽ കയറി കാണും ആയിരിക്കും. ഇതിൻ്റെ അപ്പുറത്തൂടെയാണ് നമ്മൾ നേരത്തെ നടന്നു പോയത്. ഇത് മറ്റേ ടെന്നീസ് കോർട്ട്. ഇവിടെ വന്ന് വഴി തീർന്നു. ഇതിപ്പോൾ എങ്ങോട്ട് പോണേ? കുട്ടിക്ക് മോനെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കേണ്ടി വരുമോ? ഇതാന്ന് തോന്നുന്നു ഇവിടുത്തെ സ്വിമ്മിങ് പൂള്. പക്ഷെ ഓപ്പൺ അല്ല, തുറന്നിട്ടുണ്ടോ തോന്നുന്നു. കയറി നോക്കിയിട്ട് പോവാം. ഇത് തന്നെയാണ് സ്വിമ്മിങ് പൂള്. നോക്കട്ടെ സ്വിമ്മിങ് പൂളിൻ്റെ അവസ്ഥ എന്താണ്. സ്വിമ്മിങ് പൂൾ അല്ല തോന്നുന്നു. ആണോ? ആണ്, സ്വിമ്മിങ് പൂളാണ്. ഇത് ചെറുത്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ. ഇതിൻ്റെ വെള്ളമൊന്നുമില്ല, ആരും ഇറക്കുന്നില്ല തോന്നുന്നു. എക്സിറ്റ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇറങ്ങിപ്പോവാം. കുട്ടിയിലും പോയി നോക്കാം. അണ്ടർ മെയിൻ്റനൻസ്, വർക്കിംഗ് അല്ലത്. ഇതാണ് ഇവിടുത്തെ സിനിമ തിയേറ്റർ. ഇതാണ് മൾട്ടിപ്ലക്സ്. ഇത് ശനിയാഴ്ച ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഇല്ല, ശനിയാഴ്ച ഇത് ഓപ്പൺ ആക്കിയിട്ട് ഉണ്ടാവും. ഇവിടെയാണ് ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്. ഇവിടെ ഒന്ന് വൈകുന്നേരം വന്ന് നോക്കണം. പക്ഷെ ഇവിടെ നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് കളിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും വന്ന് നോക്കാം. കൊള്ളാമല്ലേ തിയേറ്ററൊക്കെ? പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയ സെറ്റപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പഴയ ഒരു സ്ക്രീനും സൗണ്ടും കാര്യങ്ങളൊന്നും അത്ര മെച്ചമൊന്നുമില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും അത് ഉണ്ടാക്കിയ അതിൻ്റെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതുണ്ട് ഇവിടെ ഫുള്ള് സൈക്കിളുകൾ. ഇത് ഫുള്ള് ഇവിടെ പഠിക്കുന്ന പിള്ളേർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവിടുന്ന് ചവിട്ടി വരുന്നതാണ്. അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താം. ഇഷ്ടംപോലെ സൈക്കിളുണ്ട്. എന്തോരം സൈക്കിളാണ്. പക്ഷെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഇത് കാണുന്നില്ല കേട്ടോ. ഇവിടെ വരെ എങ്ങാണ്ട് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇവിടെ താമസിച്ച്, അതായത് പഠിപ്പിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് കുറേ പേരെ. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവർ താമസിക്കുന്ന അങ്ങോട്ട് നിർത്തിട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലായിടത്തോടും കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ അവർ അലോ ചെയ്യില്ലെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ സൈക്കിൾ, അതും ഒരേ സാധനം. ഏതിൻ്റെയാണോ വെക്ടർ അങ്ങനെ എന്തോ വരും. നമുക്കിനി ഇവിടെ നിന്ന് ബസ്സിൽ കയറി പോവാം. ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ചടിക്കും. അപ്പോൾ എടുത്തു നോക്കാം. അപ്പം എന്നാക്കും എന്തോ ചെടി കൊണ്ട് പന്തലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ജിമ്മ്. ഇതിലും വലുതൊരെണ്ണം നമ്മൾ നേരത്തെ കണ്ടില്ലേ, സ്വിമ്മിംഗ് പൂള്, അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അവിടെ തന്നെ ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ടൈമിംഗ് ഉണ്ട് കേട്ടോ. രാവിലെ 6 മുതൽ 8 വരെയാണ്. പിന്നെ ഈവനിങ്ങിലെ ടൈം കറക്റ്റ് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു ജിമ്മ് തന്നെ ഒരു വമ്പൻ ജിമ്മാണ്.
ഒട്ടുമിക്ക എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. ജിമ്മിൽ കയറുമ്പോൾ നമുക്കൊരു ഹാൻഡ് ടവൽ തരും. പിന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി വലിയൊരു ടവലും കിട്ടും. അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സദ്യ ഉണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ആംബി തിയേറ്റർ. ഇവിടെ കുറേ പരിപാടികൾ നടക്കാറുണ്ട്. നല്ലൊരു സദ്യ, അതും 2 കൂട്ടം പായസമൊക്കെ കൂട്ടി അടിച്ച് പയ്യെ ഓണപ്പരിപാടികൾ കാണാൻ ഇറങ്ങി. ഉറിയടി, വടംവലി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് ഇവിടുത്തെ സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ഗ്രൗണ്ടും. ഇവിടെ കുറേ ബിൽഡിങ് കാണുന്നുണ്ട്. അതൊക്കെ എന്താണോ എന്തോ. അവിടെ നമ്മളെ തിയേറ്റർ കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ട്രാക്ക്, സിന്തറ്റിക് ട്രാക്ക്. തിയേറ്റർ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇതും കണ്ടോ, ഇതും ഈ ഒരു ബിൽഡിങ്ങുകളും നല്ല രസമുണ്ട്. ഈ ട്രാക്കിൻ്റെ ഗ്രൗണ്ടിൻ്റെ പുറകിൽ വരുമ്പോൾ ട്രാക്ക് എന്തായാലും അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ നല്ല വെയിലായിപ്പോയി. അമ്പോ, ഒടുക്കത്തെ വെയിൽ. അടിപൊളിയാണ് ട്രാക്ക്. ഇവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ ഫുൾ ആൾക്കാർ വന്ന് ഫുട്ബോൾ കളിക്കുന്നതാണ്. പക്ഷെ ഇപ്പം നമ്മൾ ടൈം ഏകദേശം 8:50 ആയതുകൊണ്ട് എല്ലാവരും ഓഫീസിലോട്ടൊക്കെ പോയി തുടങ്ങി. എന്തായാലും ബിൽഡിങ്ങുകളൊക്കെ അടിപൊളി. ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ എത്ര പൈസ? ഈ ഒരൊറ്റ ബിൽഡിങ് നമുക്ക് എന്തോരായിട്ടുണ്ടാകും, ഒരു പിടിയില്ല. ബിൽഡിങ് പോട്ടെ, ആ മുമ്പിൽ ഇന്നലെ കണ്ട ഗേറ്റിന് തന്നെ എന്തോരായിട്ടുണ്ടാവും. ഇതിലിങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇവിടെ എംപ്ലോയീസ് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര കുറവായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴൊന്നും ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ല. ഇടയ്ക്കും ഓരോരുത്തർ വന്നാലായി. ബാംഗ്ലൂരൊക്കെ ഭയങ്കര റഷാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ എന്തായാലും ഇത്ര റഷൊന്നുമില്ല, ആരെയും കാണുന്നുമില്ല. ഈവനിങ് ആയപ്പോൾ ദാ വരുന്നു ഓണത്തിൻ്റെ ഒരു ഘോഷയാത്ര. ചെണ്ടയും കഥകളിയും തെയ്യവും എല്ലാം കൊണ്ട് ഒരു കളർഫുള്ളായ ഘോഷയാത്ര. ചെണ്ട കൊട്ട് കേട്ടാൽ പിന്നെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേക ഒരു എനർജിയാണല്ലോ. ഞാനും പോയി തുള്ളി അവരുടെ കൂടെ കുറച്ച്.
അപ്പോൾ രാവിലെ ഒരു ബാഗിൽ ജിമ്മിൻ്റെ ഡ്രസ്സും അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോളോ ക്രിക്കറ്റോ ഫുട്ബോളോ അതിൻ്റെയൊക്കെ ഡ്രസ്സും കുത്തിക്കയറ്റി വേറൊരു ബാഗിൽ നമ്മുടെ ലാപ്ടോപ്പും എടുത്ത് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അതിനുള്ള എല്ലാ സെറ്റപ്പും ഈ ഗേറ്റിൻ്റെ ഉള്ളിലുണ്ട്. സത്യം പറയാനോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു റൂമും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ അങ്ങ് കൂടിയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ ഉള്ളിൽ.